പ്രതികരിക്കുന്നു. ആ തീരുമാനം ഉച്ചയോളം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം കാണാം കേട്ടോ. അല്ല അല്ല അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും. ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും, അതിനുശേഷം കാണാം. അതുകൊണ്ട് അല്ലാതെ മറ്റേ പ്രതിഷേധം കൊണ്ടൊന്നും കാണാതിരിക്കുന്നതല്ല. എന്തിനെന്നും കണ്ടിട്ട് അത് കുഴപ്പമില്ല. അതിപ്പോ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോ കൺവെൻഷൻ മാറ്റമൊന്നും ഉണ്ടാവില്ല. കൺവെൻഷൻ നടക്കും. ഞാൻ പോയിട്ട് വരാം. പാർട്ടി തീരുമാനങ്ങളിൽ അതൃപ്തി ഉണ്ടാകുകയില്ല എന്നുള്ള സൂചന നൽകി കെ മുരളീധരന്റെ പ്രതികരണം. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറയുന്നു. സ്ഥാനാർത്ഥി മാറുന്നത് ഇതുവരെ നടത്തിയ പ്രചാരണത്തിന്റെ സ്വഭാവത്തെ ബാധിക്കുകയില്ല, കൺവെൻഷനെ ബാധിക്കുകയില്ല എന്ന് മുരളി പറയുന്നിടത്ത് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നിടത്തും ഇതിനകത്ത് മുരളിയുടെ അതൃപ്തി പല രീതിയിൽ റിപ്പോർട്ടുകൾ വന്നതാണ്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു മാറ്റത്തിന് കെ മുരളീധരൻ എത്രത്തോളം സജ്ജനാണ് അല്ലെങ്കിൽ സന്നദ്ധനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു. ഇതിൽ ഏകദേശം അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ ആ ശൈലിയെല്ലാം അനുസരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരൻ വരുന്നു. അത് പാർട്ടി പറയുന്നതനുസരിച്ച് തന്നെ നടക്കും എന്നുള്ളൊരു സൂചനകളൊക്കെ ഉണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറയുമ്പോഴും ഇപ്പോൾ വിലയിരുത്തേണ്ടത് ഏത് തരത്തിലാണ്? അനീഷ് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ഏതായാലും കെ മുരളീധരന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല, താൻ മാധ്യമങ്ങളെ ഒഴിവാക്കിയതല്ല, പ്രതികരണം തരാതിരുന്നതല്ല, ഉച്ചയ്ക്ക് ശേഷം തന്നെ മാധ്യമങ്ങളെ കാണും, അതിനുള്ളിൽ ഒരു തീരുമാനമാകും എന്ന് പറയുന്നിടത്തും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, തൃശ്ശൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങി, കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം നീക്കങ്ങളെല്ലാം നടക്കുമ്പോൾ ഇനിയൊരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടായാൽ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥി മാറിയാലും കൺവെൻഷൻ നടക്കുമെന്ന് പറയുന്നിടത്ത് വായിക്കാവുന്നതാണ്, അതിനിടയിൽ വായിച്ചെടുക്കാവുന്നതാണ്. പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന വഴിയിലൂടെ തന്നെ പോകാനുള്ള താല്പര്യം കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. ആ ഭാഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ശൈലിയിലും ഉള്ളത്. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് തന്നെ വന്നേക്കുമെന്നുള്ള സൂചനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പോലെ തന്നെ ഏത് തരത്തിലാണ് വടകരയിൽ അത് ബാധിക്കുക, പ്രത്യേകിച്ച് ലീഗൊക്കെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുക. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട് എന്താണ് സംഭവിക്കുക, ആ തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ചില അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താതെ വയ്യ എന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം ഈ 48 മണിക്കൂറിനകത്ത് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റായി മാറിയതുകൊണ്ട് അത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിന് തന്നെ ആയതുകൊണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകാത്തത് കൊണ്ടെല്ലാം തന്നെ കോൺഗ്രസിന് ആ രീതിയിലുള്ള ചില സർപ്രൈസ് എലിമെന്റുകൾ ഉൾപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. MS അനീഷ് കുമാർ ചേരുന്നു വീണ്ടും. അനീഷ്, വായിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? പാർട്ടി തീരുമാനം ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ അറിയിക്കാം, താൻ എന്തെങ്കിലും പിണക്കമുണ്ടായിട്ട് മാറി നിൽക്കുന്നതല്ല എന്ന് പറയുന്നിടത്തും പോലും ആ രീതിയിലേക്ക് തന്നെ തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരൻ വരും, ആ ഒരു സൂചന തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നതിനോട് ഏതാണ്ട് യോജിച്ചു വരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ എത്തുമ്പോൾ ഒരു അതൃപ്തി ഒരു കാലത്തും പ്രകടിപ്പിക്കുന്ന ആളല്ല. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ഇവിടെ നിന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മാറാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ അത് അദ്ദേഹം തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നു. ഒരു അതൃപ്തി കാരണമല്ല, അത് പാർട്ടി തീരുമാനം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർട്ടി തീരുമാനം ഉടൻ വൈകാതെ എത്തും, അപ്പോഴേക്കും താൻ തിരിച്ചെത്തി നിങ്ങളെ കാണും എന്ന രീതിയിൽ തന്നെയാണ് ആ പ്രതികരണം നൽകിയിരിക്കുന്നത്. വടകരയിൽ മറ്റന്നാൾ കൺവെൻഷൻ ചേർക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ആ പ്രതികരണം പറയുന്നുണ്ട്. എന്തായാലും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ മറ്റ് കൺവെൻഷനും യോഗങ്ങളുമൊക്കെ അതുപോലെ നടക്കുമല്ലോ എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും പ്രവർത്തകരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാവിലെ എത്തി അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മുരളീധരൻ ഈ മണ്ഡല മാറ്റത്തോട് ഒരു യോജിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന.